ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി ചെയിൻ സ്പോക്കറ്റ് അതേപോലെ സസ്പെൻഷൻ ബെയറിംഗ് ഒക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചായിരുന്നതാണ്. അപ്പോൾ നമ്മളത് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിട്ടുണ്ട്, സസ്പെൻഷൻ്റെ ബെയറിംഗ് മാറ്റിയിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റ് മാറ്റിയിട്ടിട്ടുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് പാഡിൻ്റെ കേസിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ആ MC യൂണിറ്റ് ഉണ്ടല്ലോ, ആ ലിവറുമ്പോൾ തന്നെ സാധനം ബ്രേക്ക് പിടിക്കുമ്പോൾ ഓയിൽ ഫ്ലൂയിഡ് തന്നെ റിസർവ് ടാങ്ക് ആ MC യൂണിറ്റ് ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഫുൾ സർവീസായിട്ട് ചെയ്യുന്ന സമയത്ത് അതും കൂടി ഫുള്ളായിട്ട് അഴിച്ചിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ കേട്ടോ. അത് കാരണം ബ്രേക്ക് നമുക്ക് അത്ര അങ്ങോട്ട് സാധാരണ ഒരു ഇതുപോലെ അത്ര അങ്ങോട്ട് സ്മൂത്തല്ല, ഒരു ചെറിയൊരു കറക്റ്റ് സ്മൂത്ത്നെസ് കിട്ടുന്നില്ല, ഒരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അത് നമ്മളത് അഴിച്ചാലാണ് അത് കറക്റ്റ് ആവുള്ളൂ, അഴിച്ച് റീസെറ്റ് ചെയ്യാൻ കേട്ടോ. പിന്നെ എൻജിൻ ഓയിൽ ലെവൽ കുറവായിരുന്നു, 1/2 ലിറ്റർ ഓയിൽ കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് നല്ല രീതിയിൽ പുക കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓയിൽ കത്തി പോണത് കേട്ടോ, ലെവൽ കുറയണത്, അത് ശ്രദ്ധിച്ചോണം. പിന്നെ സസ്പെൻഷൻ ബെയറിങ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട്. ഈ ഹാൻഡിലിൻ്റെ എൻഡ് പുഷ് ഇട്ടിട്ടുണ്ട്. വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തതാണ്. അതായത് മറ്റേപ്പാടെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കഴുകുമ്പോൾ പുറത്തെ ചെളി മാത്രമേ പോകുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല രീതിയിൽ ചെളിയാകുന്നു, അതൊക്കെ നമ്മൾ നീറ്റായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ചെയിൻ കവറൊക്കെ എല്ലാം അഴിച്ചു കൊടുത്തിട്ട് ഫുള്ളായിട്ട് വാഷ് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബില്ലാവണുള്ളൂ, ബില്ലായി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.